ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും നമ്മെ വിമർശനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുവാൻ നമ്മുടെ ചുറ്റും ഒത്തിരി പേരുണ്ടാവും. എന്നാൽ ആ വിമർശനങ്ങളെ ആശംസകളായി ഉൾക്കൊള്ളാൻ പറ്റിയ മനസ്സും പ്രവൃത്തിയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ഒന്നുറപ്പാണ്, ഇങ്ങനെ വിമർശിക്കുന്നവർക്ക്, അധിക്ഷേപിക്കുന്നവർക്ക് അവനവനോട് തന്നെ വെറുപ്പും വിദ്വേഷവും തോന്നി തുടങ്ങിയിരിക്കുന്നു. വിരലിൽ എണ്ണാവുന്നവരെ ഉള്ളുവെങ്കിലും കാതടപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നതിനാൽ ചിലപ്പോഴത് പതിനായിരങ്ങളുടെ പ്രതീതി ജനിപ്പിക്കും. വിമർശിക്കുന്നവരുടെ വിമർശനങ്ങളെ ശ്രദ്ധിക്കുക. അതിനെ നിങ്ങളുടെ യുക്തിക്ക് വിധേയമാക്കി വിലയിരുത്തുക. ശരിയാണെന്ന് ബോധ്യമായാൽ അതിനനുസരിച്ച് മാറ്റത്തിന് വിധേയനാവുക. നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കാണുന്ന പാതകളെല്ലാം പട്ടുവിരിച്ചതാകണമെന്നില്ല. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാവരും ഉൾക്കൊള്ളണമെന്നും എല്ലാ വ്യവഹാരങ്ങളും എല്ലാവരും അംഗീകരിക്കണമെന്നുമില്ല. അതിനാൽ പ്രതിയോഗികളോട് ഒരിക്കലും പ്രതികാരത്തിന് മുതിരരുത്. അത് നമ്മുടെ കർമ്മവീഥികളിൽ കറപുരളാൻ കാരണമാകും. നന്ദി, നമസ്കാരം.